ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ആദി കീർത്തനം ഭാഗം 28. ആദി, എന്താ നിന്റെ തീരുമാനം? ദേവൻ ചോദിച്ചതും എല്ലാവരുടെയും കണ്ണുകൾ ആദിക്ക് നേരെയായിരുന്നു. അവൻ എന്തായിരിക്കും മറുപടി പറയുന്നത് എന്നറിയാൻ. ദേവന്റെ ചോദ്യത്തിന് ഈ കല്യാണം നടക്കില്ല എന്നു പറയാൻ നാവെടുത്തതും ആദിയുടെ ഫോൺ റിംഗ് ചെയ്തു. രാഗി കോളിംഗ് എന്ന് കണ്ടതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് നടന്നു. എന്തായി മോനെ, കല്യാണത്തിന് തീയതി ഉറപ്പിച്ചോ? രാഗിയുടെ ചിരിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടതും ആദിക്ക് കലി കയറി. മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുമ്പോഴാ അവൾ ഒടുക്കത്തൊരു കിണി. നീ എന്തിനാ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നില്ലേ? ദേഷ്യത്തോടെ ആദി ചോദിച്ചു. അവന്റെ മനസ്സിൽ ആ സമയം കിച്ചുവിന്റെ നിറഞ്ഞ കണ്ണുകളായിരുന്നു. അയ്യോടാ, ദേഷ്യപ്പെടല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഞാൻ സീരിയസ് ആയി ഒരു കാര്യം പറയാൻ വിളിച്ചതാ. എനിക്കുണ്ട് പറയാൻ. നീ നിന്റെ മറ്റവന്റെ കാര്യം എന്താടി ഇത്ര കാലമായിട്ട് വീട്ടിൽ പറയാത്തത്? ഇപ്പതാ നിന്നെ എന്റെ തലയിൽ കെട്ടിവെക്കുന്നതിനെ പറ്റി ഇവിടെ ചർച്ച നടക്കുക. എത്രയും പെട്ടെന്ന് എന്നെ ഈ കുടുക്കിൽ നിന്ന് ഒഴിവാക്കിക്കൊള്ളണം, കേട്ടല്ലോ നീ? എന്താ മോനെ ആകെ ഒരു വശപ്പിശക്? അന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നിനക്കൊക്കെ അന്ന് പുച്ഛമല്ലായിരുന്നോ? ഇപ്പൊ എന്ത് പറ്റി? എവിടെങ്കിലും കൊളുത്തിയോ മോനെ? കുസൃതിയോടെ രാഗി ചോദിച്ചതും ആദിയുടെ മനസ്സിലേക്ക് വന്നത് കിച്ചുവിന്റെ മുഖമാണ്. ആ ഉണ്ട് എന്ന് തന്നെ കരുതിക്കോ. ദേ, ഞാൻ പോയി പറയാൻ പോവാ ഈ ആലോചന ഇവിടെ നിർത്തിക്കോളാൻ. കാര്യം ചോദിച്ചാൽ നിന്റെ മറ്റവന്റെ കാര്യവും ഞാൻ അങ്ങ് പറയും. ആദി, എടുത്തു ചാടി ഒന്ന് ചെയ്യല്ലേ പ്ലീസ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അത് പറഞ്ഞ് രാഗി കുറച്ച് കാര്യങ്ങൾ ആദിയോട് പറഞ്ഞു. രാഗി, നീ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പ്ലീസ് ആദി, നീ കൂടി എന്നെ കൈവിടല്ലേ. പിന്നെ നീ പറഞ്ഞറിഞ്ഞിടത്തോളം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഭാവിയിൽ സന്തോഷമേ നൽകൂ. രാഗി പറഞ്ഞതും അവനിൽ സംശയം നിറഞ്ഞു. എങ്ങനെ? അവൾ കൂടുതൽ അകലുകയല്ലേ ചെയ്യാ? അല്ലെങ്കിൽ ഒരു 100 കോംപ്ലക്സ് ഉണ്ട് അവളുടെ മനസ്സിൽ. ഇതുകൂടി ആയാൽ? ആദി സംശയത്തോടെ പറഞ്ഞു നിർത്തി. ആദി, ട്രസ്റ്റ് മീ, ഞാനൊരു പെണ്ണല്ലേടാ. നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്. നിന്നെ കൊണ്ട് ഇത്രയും കാലം നടക്കാത്ത കാര്യം ഇതോടെ നടക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ രാഗി. ഫോൺ വെച്ച ഉടനെ ആദി മഹിയെ വിളിച്ച് രാഗി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവന്റെ അഭിപ്രായം കേട്ട് ആദി ചില തീരുമാനങ്ങൾ എടുത്തു. പുറത്തെ വർത്തമാനമെല്ലാം കഴിഞ്ഞ് കിച്ചു നേരെ റൂമിൽ കയറി കതകടച്ച് കട്ടിലിൽ കിടന്ന് ഒരുപാട് നേരം കരഞ്ഞു. ഒരു ഭാഗത്ത് സുഭദ്ര പറഞ്ഞ കുത്തുവാക്കുകളും മറുഭാഗത്ത് ആദിയുടെ വിവാഹം ഉറപ്പിക്കലും. ഓരോന്ന് ആലോചിക്കും തോറും കിച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും പ്രണയിച്ചു പോയി ഒരുപാട്. കുറവുകൾ മാത്രമേ ഉള്ളൂ. മനസ്സിനെ അടക്കി നിർത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടും തോറ്റുപോയി. തന്റെ പ്രണയം ആദ്യം അറിഞ്ഞു. പിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒഴിഞ്ഞുമാറി നടന്നത്. ആദിക്ക് തിരിച്ചും തന്നോട് പ്രണയമാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം സന്തോഷം തോന്നിയെങ്കിലും തന്റെ കുറവുകൾ ആ സന്തോഷത്തെ തല്ലിക്കെടുത്തി. വേണ്ട, എല്ലാം മറക്കണം. ആദിയോടുള്ള അടങ്ങാത്ത പ്രണയം സാധിക്കുമോ തനിക്ക് മറക്കാൻ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ ആദിയുടെ നല്ലതിനു വേണ്ടി അവന് തന്നോട് തോന്നിയ പ്രണയം വെറുപ്പാക്കി മാറ്റണം. തനിക്കും പൊന്നുവിനും ഭക്ഷണവും തലചാക്കാൻ ഒരിടവും പഠിക്കാനുള്ള സൗകര്യവും തരുന്നവരോട് നന്ദി കേട് കാണിക്കരുത് ഒരിക്കലും. ആദിയുടെ കല്യാണം കഴിയുന്നതോടെ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകണം. എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരു പെണ്ണിനൊപ്പം ആദിയെ കണ്ടു നിൽക്കാൻ തനിക്ക് കഴിയില്ല. രാഘവന്റെ കണ്ണിൽപ്പെടാതെ എവിടെയെങ്കിലും പോണം. അതിന് ഹരിയച്ഛന്റെ സഹായം ചോദിക്കണം. തന്നോടുള്ള പ്രണയത്തെ ആദിയുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായി ഏതു വിധേനയും തുടച്ചു നിൽക്കണം. അല്ലെങ്കിൽ എന്തു തന്നെ സംഭവിച്ചാലും ആദി ഈ കല്യാണം മുടക്കും. ഉറച്ചു തീരുമാനമെടുത്ത് കിച്ചു കട്ടിലിൽ നിന്നും എണീറ്റ് മുഖം കഴുകി ഡ്രസ്സെല്ലാം മാറി അടുക്കളയിലേക്ക് നടന്നു. തിരിച്ചു വന്ന ആദിയോട് ദേവൻ സമ്മതം ചോദിച്ചപ്പോൾ ആദി അവർ തിരിച്ചു പോകുന്നതിന് മുന്നേ പറയാമെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് കിച്ചുവിനോട് തനിച്ച് സംസാരിക്കാൻ ഒരവസരത്തിനായി നോക്കിയിരുന്നു. കിച്ചുവും അത് ആഗ്രഹിച്ചിരുന്നു.
എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് ആദ്യം കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് അവൾ മനസ്സാലെ ഉറപ്പിച്ചിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിലും സുഭദ്ര കിച്ചുവിനെ വാക്കുകളാൽ കുത്തി നോവിച്ചു. ഹരിയും ദേവകിയും ആ വീട്ടിലെ മറ്റംഗങ്ങളും കിച്ചുവിന് പക്ഷം ചേർന്ന് സംസാരിച്ചപ്പോൾ വേറെ നിവർത്തിയില്ലാതെ സുഭദ്ര ആ സംസാരം അവസാനിപ്പിച്ചു. ഈ സമയമെല്ലാം ആദിയുടെ ശ്രദ്ധ മുഴുവൻ കിച്ചുവിലായിരുന്നു. അവളുടെ വാടി തളർന്ന കണ്ണുകൾ കണ്ടപ്പോൾ ആദിക്ക് അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം എത്രമാത്രമുണ്ടെന്ന് ആദി തിരിച്ചറിഞ്ഞു. പണികളെല്ലാം കഴിഞ്ഞ് അടുക്കളയും ഒരുക്കി കിച്ചു റൂമിൽ കയറി വാതിലടച്ചു. തിരിഞ്ഞു നോക്കിയ കിച്ചു ഒരു നിമിഷം തരിച്ചു നിന്നു. ആദി. റൂമിലെ ചുവരിൽ ചാറി മാറിൽ കൈകൾ പിണച്ചുകെട്ടി തന്നെ നോക്കി നിൽക്കുന്ന അവനെ അവൾ വിളിച്ചു. അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് അവന് ചിരി വന്നെങ്കിലും അത് പുറത്തു കാട്ടാതെ ഗൗരവത്തിൽ തന്നെ നിന്നു. ആദി, നീ ഈ നേരത്തെന്തിവിടെ? ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? കിച്ചു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തുണ്ടെങ്കിലും നാളെ, ഇപ്പോഴല്ല സംസാരിക്കാൻ പറ്റിയ സമയം. ആരെങ്കിലും കണ്ടാൽ എന്തുണ്ടാവുക എന്നറിയോ? ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് ഇവിടെയുള്ള ഒരാൾക്ക് പേരുദോഷം ഞാൻ കാരണമുണ്ടാവാൻ സമ്മതിക്കില്ല ഞാൻ. ആദ്യം ഇപ്പൊ പോകാൻ നോക്ക്. അല്പം കനപ്പിച്ചു തന്നെ അവൾ പറഞ്ഞു. ആദ്യം നടന്നു വന്ന് അവളെ കൈ ബലമായി പിടിച്ച് കട്ടിലിൽ കൊണ്ടിരുത്തി. അതിനടുത്തേക്ക് ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നു. ഞാനിവിടെ സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു പോകൂ. നിനക്കറിയാലോ എന്നെ. ഇനി ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തന്നെ അങ്ങ് കിടക്കൂ. അതോടെ ഇന്ന് വന്ന കല്യാണാലോചന മുടങ്ങുകയും ഒപ്പം എന്റെയും നിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും ചെയ്യും. അത് വേണോ? ആദിയുടെ ചോദ്യം കേട്ടതും കിച്ചു പേടിച്ചു. അവന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതിനാൽ അവൻ അതല്ല അതിനപ്പുറവും ചെയ്യുമെന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ട് അവൾ മൗനം പാലിച്ചു. കിച്ചു. അവന്റെ വിളിയിൽ അവൾ അറിയാതെ മുഖം തിരിച്ച് അവനെ നോക്കി. അവന്റെ നോട്ടത്തിൽ ഒരു നിമിഷം ലയിച്ചിരുന്നു. പിടച്ചിലൂടെ കണ്ണുകൾ മാറ്റുമ്പോൾ താൻ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന തന്റെ പ്രണയം ആദ്യം മനസ്സിലാക്കുമോ എന്നവൾ ഭയപ്പെട്ടു. കിച്ചു, നീ രാവിലെ കേട്ട് കാണുമല്ലോ അമ്മാവൻ പറഞ്ഞത്, എന്റെ വിവാഹം. അത്രയും കേട്ടപ്പോൾ തന്നെ ഇനി ആദി എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നവൾക്ക് അറിയാമായിരുന്നു. താൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യം. പക്ഷേ ഇപ്പോൾ എന്റെ വിവാഹം അത് രാഗിയുമായിട്ടല്ല, മറിച്ച് ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന നിനക്കൊപ്പം മാത്രമേ നടക്കൂ എന്ന് നാളെ എല്ലാവരോടും ഞാൻ പറയും. നിന്നോട് ചോദിച്ചാൽ നിന്റെ അഭിപ്രായവും പറയണം. എത്രയും പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങണം. ആദി പറഞ്ഞതും കിച്ചു അവളുടെ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആദി പറഞ്ഞത് മുഴുവൻ താൻ ആഗ്രഹിച്ചതും കേൾക്കാൻ കൊതിച്ചതുമായ കാര്യമാണ്. എന്നാൽ അത് സ്വീകരിക്കാൻ, സമ്മതം പറയാൻ തനിക്ക് സാധിക്കില്ല. അവൾ കണ്ണുകൾ തുറന്ന് ആദിയെ നോക്കി. പറയും, എന്റെ അഭിപ്രായം ഞാൻ പറയും എല്ലാവരോടും. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന്. കിച്ചു. അവൾ പറയാൻ പോകുന്ന മറുപടി ഇത് തന്നെയാവും എന്നറിയാമെങ്കിലും അത് അവളെ നാക്കുകൊണ്ട് പറഞ്ഞു കേട്ടപ്പോൾ അവന് ദേഷ്യം വന്നു. എന്താ നിനക്ക് സമ്മതമല്ലാത്തതിന് കാരണം? നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ? എന്റെ മനസ്സ് നിനക്കും അറിയാം. പിന്നെ എന്താ തടസ്സം? ആദി, നീ ഇത്രയ്ക്ക് പൊട്ടനാണോ? തടസ്സം എന്റെ പോരായ്മകൾ തന്നെയാണ്. നിന്റെ അമ്മായി പറഞ്ഞ പോലെ ഞാൻ നിന്റെ വീട്ടിലെ വെറും ജോലിക്കാരി മാത്രമാണ്. പോരാത്തതിന് വിധവയും ഒരു ദരിദ്രവാസിയും. അങ്ങനെ ഒരുപാടുണ്ട് കുറവുകൾ. ഇന്ന് അവർ കണ്ടെത്തിയ കുറവുകൾ നാളെ നമ്മുടെ കല്യാണം നടന്നാൽ നിന്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ചൂണ്ടിക്കാണിക്കും. എല്ലാവർക്കും മുന്നിൽ മറുപടി ഇല്ലാതെ അപമാനിതരായി നീയും നിന്റെ വീട്ടുകാരും നിൽക്കേണ്ടി വരും. എനിക്ക് ഈ കുറവുകളൊന്നും പ്രശ്നമല്ലെങ്കിലോ? താൻ ഇത്രയും പറഞ്ഞിട്ടും നിസ്സാരമായി അവൻ പറയുന്നത് കേട്ടതും കിച്ചുവിന് വല്ലാത്ത ദേഷ്യം വന്നു. നിനക്ക് പ്രശ്നമല്ലെങ്കിലും എനിക്കത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞ് നീ മേലാൽ എന്നെ ശല്യപ്പെടുത്തരുത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ രാഗിയുമായുള്ള കല്യാണത്തിന് നീ സമ്മതിക്കണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ ശരി, ഞാൻ അവളെ കെട്ടാം.
പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ മറുപടി തരണം. എന്താ? ഞാൻ വേറെ ഒരു പെണ്ണിന് സ്വന്തമാവുമ്പോൾ നിന്റെ ഈ കണ്ണുകൾ അത് കണ്ട് നിറയാതെ നിർത്തുവാൻ നിനക്ക് സാധിക്കുമോ? ആദിയുടെ ചോദ്യം അവളെ ഞെട്ടിച്ചു. ഇല്ല, ഒരിക്കലും അത് കണ്ടു നിൽക്കാൻ തനിക്ക് കഴിയില്ല. അതിനു മുന്നേ തനിക്ക് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകണം. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ആദിയോട് പറഞ്ഞാൽ ശരിയാവില്ല. പറ്റും. കാരണം എനിക്ക് ഇപ്പൊ നിന്നോട് ഒരു ഇഷ്ടവുമില്ല. ശരിയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. എന്നാൽ നിന്നെ സ്വന്തമാക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതും ഞാൻ എന്റെ മനസ്സ് തിരുത്തി. ഇപ്പോൾ എനിക്ക് ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആളും പിന്നെ എന്നെ പഠിപ്പിക്കുന്ന സാറും മാത്രമാണ്. അതല്ലാതെ എന്റെ മനസ്സിൽ തോന്നിയ പൊട്ടത്തരങ്ങൾ ഞാൻ എന്നേ മറന്നു കഴിഞ്ഞു. ശരി, നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ കല്യാണത്തിന് സമ്മതം പറയാൻ പോവാണ്. പക്ഷേ ഈ നിമിഷം മുതൽ രാഗിയുടെ കഴുത്തിൽ എന്റെ താലി കയറുന്നതുവരെ എപ്പോഴെങ്കിലും നിന്റെ കണ്ണ് നിറഞ്ഞു ഞാൻ കണ്ടാൽ അതോടെ ഈ കല്യാണം ഞാൻ മുടക്കും. പിന്നെ എന്റെ താലിക്ക് അവകാശി നീ ആയിരിക്കും. സമ്മതമാണോ? സമ്മതം. ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും ഇപ്പോ ആദ്യം പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് അറിയാവുന്നതിനാൽ ഹൃദയത്തിൽ കത്തി കുത്തി ഇറക്കുന്ന വേദനയിലും അവൾ അവനോട് സമ്മതം പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി, ഈ കല്യാണം കഴിയുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. എല്ലാ ചടങ്ങിലും നീ പങ്കെടുക്കണം. ഇതിൽ നിന്നും എന്തെങ്കിലും മാറ്റം വന്നാൽ അറിയാലോ, പിന്നെ ഒരു നിമിഷം വൈകാതെ ഈ കല്യാണവും ഞാൻ മുടക്കും. അത്രയും പറഞ്ഞ് ആദ്യ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. കിച്ചു വാതിലടച്ച് അതിൽ ചാരിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. ആദ്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുത്തെങ്കിലും അതൊക്കെ പ്രാവർത്തികമാക്കുക കാര്യം അത്രയ്ക്ക് എളുപ്പമല്ല എന്ന് കിച്ചുവിനും അറിയാമായിരുന്നു. എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. പക്ഷേ നിശ്ചയം 1 മാസം കഴിഞ്ഞേ പാടുള്ളൂ. ആദിയുടെ വാക്കുകൾ ദേവനും സുഭദ്രയ്ക്കും ഒഴിച്ച് ആ വീട്ടിലെ മറ്റെല്ലാവരിലും വല്ലാത്ത നിരാശയുണ്ടാക്കി. ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും കിച്ചുവിനെ ആദിയുടെ ഭാര്യയായി കാണാൻ അവിടെയുള്ള എല്ലാവരും മനസ്സാലെ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. അടുത്ത മാസം നല്ലൊരു മുഹൂർത്തം കണ്ടുപിടിച്ച് അറിയിക്കാം. അവർ പോയതിനു പിന്നാലെ അംബിക ആദിയെ റൂമിലേക്ക് വിളിച്ചു. മോനെ ആദി, നിനക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതം തന്നെയാണോ? രാഖി നല്ല കുട്ടിയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും മനസ്സ് വേറെ ഒരാളെ നിന്റെ ഭാര്യയായി വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അംബിക സങ്കടത്തോടെ പറഞ്ഞതും ഞാൻ പ്രണയിക്കുന്ന എന്റെ ജീവനായവളെ മാത്രമേ ഞാൻ എന്നെ നല്ല പാതിയാക്കൂ അച്ഛമ്മേ. കൂടുതലൊന്നും ചോദിക്കരുത്, ഇപ്പൊ പറയാൻ പറ്റില്ല. അത്രയും പറഞ്ഞ് ആദി ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടോ താൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് അംബികയുടെ മനസ്സിൽ നിന്നും ആരോ പറയുന്ന പോലെ അവർക്ക് തോന്നി. ദിവസങ്ങൾ കടന്നു പോകവേ കിച്ചു ആദിക്ക് മുന്നിൽ നന്നായി തന്നെ അഭിനയിച്ചു. എല്ലാവരുടെ മുന്നിലും ചിരിച്ചു കളിച്ച് നടന്ന് തന്റെ കണ്ണീരെല്ലാം രാത്രികളിൽ ആരും കാണാതെ അവൾ ഒഴുക്കിക്കളഞ്ഞു. വിവരമറിഞ്ഞ് അബി ആദിയോട് സംസാരിച്ചെങ്കിലും അവൻ രാഖിയുമായുള്ള കല്യാണത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതും അബിക്ക് വല്ലാത്ത വിഷമമായി. കിച്ചുവിൽ നിന്നും വിവരം അറിഞ്ഞ പൊന്നു അബിയുടെ അടുത്ത് പോയി ഒരുപാട് ദേഷ്യപ്പെട്ടു. കിച്ചുവിന് കിട്ടാത്ത ഒരു ജീവിതം തനിക്ക് വേണ്ടെന്നും പ്രണയം അറിഞ്ഞ് അവളുടെ പുറകെ ചെല്ലരുതെന്നും അബിയോട് അവൾ കടുത്ത ഭാഷയിൽ പറഞ്ഞു. അത് അബിയെ ഒരുപാട് സങ്കടപ്പെടുത്തി. എങ്കിലും ഈ കാര്യത്തിൽ ആദിക്ക് എതിർപ്പില്ലാത്തതുകൊണ്ട് താൻ നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ സാധിക്കൂ എന്ന് അബിക്ക് മനസ്സിലായി. തന്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കുന്നവളെ കാണുകെ ആദിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ടായെങ്കിലും അവൾ തന്റെ മനസ്സിലെ സങ്കടമെല്ലാം തന്റെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരു നിമിഷത്തിനായി ആദിയും കാത്തിരുന്നു. അതിനു വേണ്ടി തന്നെ ആദി രാഖിയോട് കൂടുതൽ അടുത്ത് പെരുമാറി. ഇന്നാണ് ആ ദിവസം. ആദിയും രാഖിയുമായുള്ള നിശ്ചയം കിച്ചുവിന്റെയും ആദിയുടെയും ജീവിതത്തിൽ വഴിത്തിരിവാകാൻ പോകുന്ന പല സംഭവങ്ങളും ഇന്നാണ് നടക്കാൻ പോകുന്നത്.